മനുഷ്യത്തെ കാണിക്കാൻ ഞങ്ങൾ എഞ്ചിനീയർ ആവണ്ട, മനുഷ്യത്വം കാണിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവണ്ട. നമ്മളതാ വിചാരിക്കും മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ പൈസ, എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആവണം, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന പൊസിഷനിൽ നിന്ന് സർവീസ് ചെയ്യണം. അല്ല, അള്ളാ തീരുമാനിച്ചോണ്ടാങ്ങൾ ഡോക്ടറായത്, അള്ളാ തീരുമാനിച്ചോണ്ടാങ്ങൾ എഞ്ചിനീയർ ആയത്, അള്ളാ തീരുമാനിച്ചോണ്ടാങ്ങൾ കൈമിൽ പൈസ വന്നേ, അള്ളാ തീരുമാനിച്ചോണ്ട് അങ്ങനെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ വിചാരിക്കുന്ന സാധനം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സെർവ് ചെയ്യാൻ ഞാൻ മടിക്കും. നിങ്ങളുടെ കയ്യിൽ ഞാൻ എന്താണ് തന്നത്? സെർവ് ചെയ്യും. ആലോചിക്കും. അല്ല നാളെ അവിടെ എത്തിയിട്ട് എഞ്ചിനീയർ ആയിട്ടില്ലല്ലോ, മറിക്കും. ഡോക്ടർ ആയില്ലല്ലോ, ഇങ്ങോട്ടേക്ക്. ഉണ്ടാക്കിയില്ലല്ലോ, ഇവിടെ വെക്കുന്നു. പറയൂല. ആരെന്താ? അള്ള തന്ന കാര്യത്തിനെ കുറിച്ച് അള്ള എന്തിനാ നിങ്ങളോട് ചോദിക്കണേ? ഞാൻ തന്ന സാധനം ഇല്ലേനോ? എന്ത് ഡോക്ടർ? എന്താക്കി? ഞാൻ ഡോക്ടറെ എന്നിട്ട് ഒരുപാട് ആൾക്കാർ ശുശ്രൂഷ, എന്നിട്ട് അതന്നെ അമ്മയും പരിപാടി ഒക്കെ അല്ല, കുറെ പൈസ ഒക്കെ ഉണ്ടാക്കി. ഉണ്ടാക്കിനും പൈസ ഏനോ ഫോക്കസ് അതോ ചികിത്സ? തുടക്കത്തിലൊക്കെ അതേ, പിന്നെ പൈസയിലൊക്കെ പോയി ആ പൈസ കൂടെ പോയി അവിടുത്തെ വെച്ചിട്ട് അവിടെ പോകുന്നത് ആണല്ലോ. ഓക്കെ, അല്ല ഡോക്ടറാക്കി എനിക്ക് സാധനം ഞങ്ങൾ തന്നു, ഡോക്ടർ ആയിക്കിന്. എന്നിട്ട് എന്താക്കാം? ഇനിയിപ്പോ ഡോക്ടർ ആവാത്തൊരു പാവ മനുഷ്യൻ, ഒന്നുമില്ല, അയാൾക്ക് ഒരു ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ടില്ല, അയാൾക്ക് എത്ര ചോദ്യം കുറവായിരിക്കും? അതിൻ്റെ അർത്ഥം ഒന്നും വേണ്ടെന്നാണോ? അല്ല, ഞാൻ പറഞ്ഞു തരുന്നത് എന്താ, കിട്ടിയ സാധനം മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. കിട്ടിയ സാധനം എങ്ങനെ മര്യാദയ്ക്ക് ഉപയോഗിക്കുക? അള്ളാഹ്ക്ക് എന്താ ഇഷ്ടം? നന്ദി കാണിക്കാന്നാ, ഗ്രാറ്റിറ്റ്യൂഡ് എന്നാ. എങ്ങനെയാ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക? പറ. അതിനോട് എങ്ങനെ നന്ദി കാണിക്കുക? എങ്ങനെയാ? അള്ളാഹ് തന്ന സാധനം ഷെയർ ചെയ്തിട്ട് ഖലാസ്. കാരണം നിങ്ങളെ കൈമിൽ കിട്ടിയിരിക്കുന്ന പല കാര്യങ്ങളും പല ആൾക്കാർ തന്നതായിരിക്കും. ഡിഗ്രി ആണെങ്കിൽ യൂണിവേഴ്സിറ്റി വന്നിരിക്കും, പൈസ ആണെങ്കിൽ വാപ്പ വന്നിരിക്കും. അല്ലേ? അള്ളാഹ് തീരുമാനിക്കാണ്ട് ഒരു തരൂല. അള്ളാഹ് വന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങളെ ഉമ്മ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മാന്റെ സ്നേഹമാണ്. കാരണം നിങ്ങളെ ഉമ്മ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സൃഷ്ടിയാ. ഞാൻ ഒരു റോബോട്ടിനെ ഉണ്ടാക്കി, ഓക്കെ, എന്നിട്ട് എൻ്റെ ഭാര്യ കൊടുത്ത്. ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്നെ അടുക്കളയിലൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാണ്ട് സഹായിക്കും. അപ്പോൾ എല്ലാ പരിപാടിയും ആ റോബോട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആരുടെ നന്ദി പറയാ? താങ്ക് യു റോബോട്ട് എന്നാണോ? അലിക്കാ.